ഹായ്, അസ്സലാമു അലൈക്കും. ഈ പെരുന്നാളിന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും ഓരോ ടീസ്പൂണും ഇട്ട് കൊടുക്കുക. പിന്നെ 2 സവാള, ക്യാപ്സിക്കം, മല്ലിയില, അതുപോലെ 3-4 ചിക്കൻ ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കയ്യിലുണ്ടെങ്കിൽ അറബിക് മസാല 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മല്ലിപ്പൊടി ആയാലും മതി. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലപോലെ നമുക്ക് തിരുമ്മിയെടുക്കാം, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ കൂടിയ ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് അരി വേവിക്കാൻ, റൈസ് മന്തിയിലേക്കുള്ള അരി വേവിക്കെടുക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓൾ സ്പൈസസും ഒരു ചെറുനാരങ്ങയുടെ നീരും അതുപോലെ ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തിളക്കുമ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഹാഫ് കുക്കിൽ വേവിച്ചെടുക്കാം. ഒരു പകുതി വേവ് അല്ലെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം വേവായാൽ മതി. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മസാല ഗ്രേവി കുറച്ച് നമുക്ക് മാറ്റി വെക്കണം. അത് പിന്നീട് നമുക്ക് ദം ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് ലെയറായിട്ട്. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം വേവിച്ച ചോറ് നമ്മൾ ദം ചെയ്യുന്ന പോലെ ഓരോ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ച ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 3-4 വട്ടം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അത്ര സമയമൊന്നും വേണ്ട. വളരെ ടേസ്റ്റുള്ളൊരു മന്തിയാണിത്. പിന്നെ മുകളിലേക്ക് നമുക്ക് നെയ്യോ ഒലിവ് ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ എന്താ പറയുക, ഒരു പുകയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട്, അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം മതി. ഒരു ഫോഗി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർക്കോൾ ഉണ്ടെങ്കിൽ ഒന്ന് ഓയിലൊഴിച്ചിട്ട് അതിലൊന്നൊന്ന് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫോഗി സ്മെല്ല് കിട്ടും. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നൊരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെക്കാം, ദം ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം തുറന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡിയായി. അപ്പോൾ ഈ പെരുന്നാളിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ എല്ലാവരും. താങ്ക് യു.